കൺസർവേറ്റീവ് പാർട്ടിയെ തോൽപ്പിച്ച് കഴിഞ്ഞ ജൂലൈയിലാണ് നമ്മുടെ കെയർ സ്റ്റാമർ, ലേബർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള കെയർ സ്റ്റാമർ അധികാരത്തിലെത്തിയത്. ലേബർ പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം ജൂലൈ മുതൽ ഈ സെപ്റ്റംബർ വരേക്കുള്ള 3 മാസത്തോളമുള്ള റിപ്പോർട്ട്, അതായത് സാമ്പത്തിക വളർച്ചയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം നോക്കുമ്പോൾ UK വളർച്ചയുടെ പാതയിലല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള അവസാനത്തെ മന്ത്രിസഭയ്ക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധ സ്വരങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്ത നേതാവാണ് കെയർ സ്റ്റാമർ. അപ്പോൾ തുടർന്ന് അദ്ദേഹം അധികാരത്തിലെത്തുമ്പോൾ ഈ പ്രതിഷേധങ്ങളെല്ലാം അദ്ദേഹത്തിന് നേരെ ഒരു വിരൽ ചൂണ്ടും എന്നുള്ളത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയിൽ വീണ്ടും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റത്. അപ്പൊ UK സാമ്പത്തിക വളർച്ചയിൽ ട്രംപിന്റെ പുതിയ ഭരണകർത്താവായിട്ട് അമേരിക്കയിൽ ട്രംപ് വന്നതോടുകൂടി UK അതൊരു അടിയായിട്ട് മാറുകയും കഴിഞ്ഞ 3 മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ UK സാമ്പത്തികമായ രീതിയിൽ GDP വളർച്ചയൊന്നും കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത് UK മുന്നോട്ടല്ല എന്നുള്ളതാണ്.